ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ട്രെയിലർ റിയാക്ഷൻ. സുഹൃത്തുക്കളെ, നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ഒപ്പം മൂവി ഉണ്ടല്ലോ, അതിന്റെ ഹിന്ദി റീമേക്ക് വരുന്നുണ്ട്. അക്ഷയ് കുമാറും സെയ്ഫ് അലി ഖാനും ഒക്കെയാണ് ഇതിനകത്ത് മെയിൻ ലീഡ് റോളിൽ വരുന്നത്. പ്രിയദർശൻ തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. പടത്തിന്റെ പേര് എന്ത്? ഹൈവാൻ. ഹൈവാൻ എന്നല്ലേ? HAIWAAN. ഹൈവാൻ അങ്ങനല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്? ഓക്കെ, വാട്ടവർ. ഹൈവാൻ എന്നാണ് പടത്തിന്റെ പേര് വരുന്നത്. അക്ഷയ് കുമാർ ഉണ്ട്, സെയ്ഫ് അലി ഖാൻ ഉണ്ട്, ബോബൻ ഇറാനി ഉണ്ട്, ശ്രിയ പിൽഗർ, ഷായമിഖർ, അങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടേ. അപ്പോൾ പടം ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ പ്രിയദർശൻ തന്നെയാണ്. പിന്നെ സ്ക്രീൻ പ്ലേയിലേക്ക് വരുമ്പോൾ പ്രിയദർശന്, അഭിലാഷ് നാരായണൻ, റോഹൻ ശങ്കർ, അവിടത്തേക്കുള്ള കുറേ രീതിക്കൊക്കെ മാറ്റം പറ്റല്ലോ. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവിടുത്തെ കുറച്ച് ആൾക്കാരെ അവർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് ഹൈവാൻ സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. KVN ആണോ അവിടെ പ്രൊഡക്ഷൻ? अक्षय कुमार आना विलेन सारे लोग अपने परिवार के साथ मारे गए। लालेटन रोल सेफ अली खान है। എനിക്ക് ആ പോലീസ് സ്റ്റേഷനിലുള്ള ഫൈറ്റാണ്. മറ്റേ ക്വസ്റ്റ്യൻ ചെയ്യൽ കഴിഞ്ഞിട്ട് ഡോറൊക്കെ ലോക്കാണോ എന്ന് ചോദിച്ചിട്ട് ഒരു ഫൈറ്റ് ഉണ്ടല്ലോ ലാലേട്ടൻ്റെ. എനിക്കതാണ് ഹിന്ദിയിലുണ്ടെങ്കിൽ എനിക്കതാണ് കാണേണ്ടത്. शायद को हमारा पीछा कर क्योंकि जीप की आवाज बार-बार सुनाई दी। ये पुलिस वालों ने मन में बना दिया है हम सबको कंफ्यूज करने के लिए। अंधा होने से पूरा पता क्या होता है? തോന്നുന്നു ഇത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. बेवकूफ होना. ആ ഓ സെയിം ആ ലാസ്റ്റ് ട്രെയിലർ കട്ടിന്റെ ഷോട്ട് തന്നെ. സെപ്റ്റംബർ 11. ഞാൻ ആ പറഞ്ഞ ആ ഒരു ഫൈറ്റ് സീൻ്റെ ഷോട്ട് അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഐ തിങ്ക് കുറച്ച് ഗൂസ് ബംസ് മൊമെന്റ്സ് ഉള്ള ഫൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ലാലേട്ടനെ പോലെ പീക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വേറെ ലെവൽ. ലാലേട്ടൻ്റെ അത്രയും വരില്ല, എൻ്റെ മുന്നേ എൻ്റെ അത്രയും വരുമോ മുന്നേ അത്രയൊന്നും വരത്തില്ല. പക്ഷെ എന്നാലും അവിടാണ് ഇരിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഹൗ അല്ലെങ്കിൽ പുള്ളി എത്രത്തോളം കേപ്പബിൾ ആണ് എന്നുള്ള ഒരു സാധനം വരുന്നത്. അപ്പോൾ എന്തായാലും അതാണ് സുഹൃത്തുക്കളെ ഹൈവാൻ എന്ന് പറയുന്ന പടത്തിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷൻ സുഹൃത്തുക്കളെ. അപ്പോൾ അക്ഷയ് കുമാറാണ് നെഗറ്റീവ് റോളിൽ വരുന്നത്, സെയ്ഫ് അലി ഖാനാണ് നമ്മുടെ ലാലേട്ടൻ്റെ റോളിൽ വരുന്നത്. സെപ്റ്റംബർ 11 പടം ഇറങ്ങുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് കഥ അറിയാമെങ്കിലും നമുക്ക് വേറെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കണ്ടായോ. പിന്നെ അതുപോലെ മാമുക്കയുടെ റോൾ ആരാണോ ചെയ്യുന്നത്, മറ്റേ ഒരു ചെമ്പ വിനോദ് വന്നിട്ട് താനാണോ ആദ്യം കണ്ടത്? അല്ല, ഞാൻ കണ്ടതിന് ശേഷമാണ് സാർ അയാൾ കണ്ടത്. അപ്പോൾ ആദ്യം ആരാ കണ്ടത്? ഞാനാണ് സാർ കണ്ടത്. ആ ഒരു ഡയലോഗ് അത് രസമായിരിക്കും കേൾക്കാൻ. പക്ഷെ ഹിന്ദി അറിയണം ഗൈസ്. ഹിന്ദി തോടാ തോടാ മാലു ഹേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.